ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 944715 4898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാനമാണ് അച്ചൻകോവിൽ കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ മുങ്ങി മരിച്ചു. അപകടത്തിന് കാരണം സുരക്ഷാ വീഴ്ച. സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ചയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു.
സീർക്കാഴി വടക്കേക്കര ചെളിക്കുഴിയിൽ മദ്യവിൽപ്പനശാലയ്ക്ക് അനുകൂലമായി പരിസരവാസികൾ. മദ്യവിൽപ്പനശാല ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകം. വാടകയ്ക്കെടുത്ത കാറുകളിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന പ്രതിപിടിയിൽ. പിടിയിലായത് കുമ്മിൾ സ്വദേശി വിഷ്ണു. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുമെന്ന പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീഷ്. നടപടി ചാനൽ ലൈവ് വാർത്തയെ തുടർന്ന്. ലൈവ് വാർത്ത ഇമ്പാക്ട്. വാർത്തകൾ വിശദമായി. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ മുങ്ങി മരിച്ചു. തൂത്തുക്കുടി സ്വദേശി ഐസക് മുത്തു, കാമരാജപുരം സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. തൂത്തുക്കുടി സ്വാമിനഗർ സ്വദേശി ശക്തിവേലിന്റെ മകൻ എസക്കി മുത്തു, കാമരാജപുരം സ്വദേശി പളനിയുടെ മകൻ രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിലാണ് അപകടം. തൂത്തുക്കുടിയിൽ നിന്നും എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. വലിയ വെള്ളച്ചാട്ടത്തിന് സമീപം നിന്ന് ഇരുവരും തിരക്കിനിടെ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണാണ് അപകടം സംഭവിച്ചത്. ഒപ്പമുണ്ടായിരുന്നവരും വനസംരക്ഷണ സമിതി അംഗങ്ങളും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിൽ ഒരാൾക്ക് അപസ്മാരമുള്ളതായും സംശയമുണ്ട്. തെന്മല പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹങ്ങൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലൈവ് വാർത്ത ആര്യങ്കാവ്. കുംഭാവുരുട്ടിയിൽ സുരക്ഷാ സംവിധാനങ്ങളിലെ വീഴ്ച അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ച മൂലം നിരവധി സഞ്ചാരികൾക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. നിരവധി പേരാണ് ഇവിടെ മുങ്ങി മരിക്കുന്നത്. ഞായറാഴ്ച തമിഴ്നാട്ടുകാരായ 2 യുവാക്കളുടെ ജീവനും ഇവിടുത്തെ അപകടക്കയത്തിൽ പൊലിഞ്ഞു. 8 മാസത്തോളം അടച്ചിട്ടിരുന്ന അച്ചൻകോവിലെ പ്രധാന ജലപാത വിനോദസഞ്ചാര കേന്ദ്രമായ കുംഭാവുരുട്ടി ജൂണിലാണ് വീണ്ടും തുറന്നത്. അടച്ചിട്ടിരുന്ന നാളുകളിൽ നവീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ അധികൃതർ തയ്യാറായില്ല. 1 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചിടത്താണ് ഉദ്യോഗസ്ഥരുടെ ഗുരുതര അനാസ്ഥ. മലവെള്ളപ്പാച്ചിലിൽ കുംഭാവുരുട്ടിയിലെ സ്നാനഘട്ടത്തിലെ കോൺക്രീറ്റ് ഒലിച്ചുപോയി. തകർന്ന സ്ലാബുകളിലെ അവശേഷിക്കുന്ന കൂർത്ത കമ്പികൾ നീക്കം ചെയ്തിട്ടില്ല. സ്നാനഘട്ടത്തിൽ വലിയ കുഴി രൂപപ്പെട്ടതിനാൽ ഇവിടെ സഞ്ചാരികൾക്ക് ഇറങ്ങാനാകില്ല. സ്നാനഘട്ടത്തിൽ പാറ അടുക്കി കുഴി നികത്തണം. താൽക്കാലികമായി മണൽ ചാക്കുകൾ നിരത്തിയെങ്കിലും അപകടസ്ഥിതി ഒഴിവായിട്ടില്ല. വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പ്രവേശന ഗേറ്റ് നിർമ്മാണത്തിന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ കുളിക്കടവിൽ നിന്ന് പ്രധാന വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പാലം നിർമ്മിക്കാൻ 15 ലക്ഷം രൂപയും പടികൾക്ക് സുരക്ഷാ കൈവരി നിർമ്മിക്കാൻ 2.5 ലക്ഷം രൂപയും ടോയ്ലറ്റ് ബ്ലോക്കിന് 3.25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവയുടെ നിർമ്മാണവും ഇതുവരെ നടന്നിട്ടില്ല. സമീപത്തെ മണലാർ വെള്ളച്ചാട്ടത്തിലേക്ക് പാതയൊരുക്കാനും തുക അനുവദിച്ചിട്ടും പണി നടക്കുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ജലപാത വിനോദസഞ്ചാര കേന്ദ്രമാണ് കുംഭാവുരുട്ടി. കഴിഞ്ഞ വർഷം 1.25 കോടിയായിരുന്നു വരുമാനം. ലൈവ് വാർത്ത ആര്യങ്കാവ്. നക്ഷത്ര ആമയെ കടത്താൻ ശ്രമിച്ച 3-അംഗ സംഘത്തെ വനപാലകർ അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ഫോറസ്റ്റ് ഓഫീസർ BR ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുളത്തൂപ്പുഴ നെടുവണ്ണൂർ കടവിൽ മുട്ടുംപുറത്തു വീട്ടിൽ തോമസ്, പാങ്ങോടെ ഉളിയമേക്കാട് സിദ്ദിഖ് മൻസിലിൽ AS സിദ്ദിഖ്, നെടുമങ്ങാട് അഴീക്കോട് അരുവിക്കര ആൻസി മൻസിലിൽ അബ്ദുൾ സലീം എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കടയ്ക്കൽ ആൽത്തറമൂടിന് സമീപം അഞ്ചൽ ഫോറസ്റ്റ് ഓഫീസർ BR ജയന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം കസ്റ്റഡിയിലെടുത്തത്. നക്ഷത്ര ആമയെ കച്ചവടം നടത്തുന്നതായുള്ള രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് വനപാലകരെത്തിയത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ M നൌഷാദ്, CV ബിജു, A സുരേഷ് കുമാർ, റിസർവ് ഫോറസ്റ്റ് വാച്ചർ GR രതീഷ് കുമാർ എന്നിവരടങ്ങിയ വനപാലക സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അസൌകര്യങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ് പറഞ്ഞു. ചാനൽ ലൈവ് വാർത്തയെ തുടർന്നാണ് നടപടി. പത്തനാപുരം CHSയിലെ ചോർന്നൊലിക്കുന്ന ഭാഗങ്ങളിൽ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം CHSയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പണിക്കാരൻ ആ ആസ്ബസ്റ്റോസിന്റെ മണ്ടയിൽ കയറിയിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ ഇത് വീണ്ടും അവിടെ ഇപ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ ആ ഒരു ഷീറ്റ് മാത്രം മാറിയിട്ട് വല്ല മൊത്തത്തിൽ മാറിയാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നത് കണ്ടടിസ്ഥാനത്തിൽ അപ്പോൾ ആ വാർത്തയെല്ലാം കണ്ടെന്നതിന് മുമ്പ് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെ ഈ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പ്രോജക്റ്റ് തന്നെ വെച്ച് നിലവിലുള്ള പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ എസ്റ്റിമേറ്റ് അടക്കം എടുത്ത് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടിയ ആശുപത്രി വികസന സമിതിയിൽ ഇക്കാര്യം അവതരിപ്പിച്ചെന്നും പൊട്ടിയ ഷീറ്റുകൾ മാറ്റി പുതിയത് ഉടൻ സ്ഥാപിക്കുമെന്നും S സജീഷ് പറഞ്ഞു. കൂടാതെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ OP ടിക്കറ്റ് എടുക്കുന്ന സ്ഥലവും രോഗികളുടെ വിശ്രമമുറിയും മഴയത്ത് ചോർന്നൊലിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറുപടി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
പട്ടാഴി വടക്കേക്കര ചെളിക്കുഴിയിൽ മദ്യവിൽപ്പനശാലയ്ക്ക് അനുകൂലമായി പരിസരവാസികൾ രംഗത്ത്. മദ്യവിൽപ്പനശാല ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇവിടെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉയർന്നു വീണു. പത്തനാപുരം നെടുമ്പറമ്പിൽ പ്രവർത്തിച്ചു വന്ന ബിവറേജ് ഔട്ട്ലെറ്റ് പൂട്ടിയതോടെ നിരവധി സ്ഥലങ്ങളിൽ ബിവറേജ് തുറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പ്രവർത്തനം തുടങ്ങാൻ സാധിച്ചിട്ടില്ല. പട്ടാഴി വടക്കേക്കരയിലെ ചെളിക്കുഴിയിൽ ബിവറേജസ് തുടങ്ങുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് ഭൂരിഭാഗം പ്രദേശവാസികളും. ഇതിനായി ചെളിക്കുഴിയുടെ വിവിധ പ്രദേശങ്ങളിൽ ബിവറേജിനു സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ചെളിക്കുഴിയിൽ ബിവറേജ് ഔട്ട്ലെറ്റ് അനുവദിക്കുക, വ്യാജമദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന് ലോബിയിൽ നിന്നും നാടിനെ രക്ഷിക്കുക, വികസനത്തിന് എതിരെ നിൽക്കുന്നവരെ തിരിച്ചറിയുക എന്നിങ്ങനെയാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകങ്ങൾ. വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ലോഡിംഗ് തൊഴിലാളികളുമാണ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ നാട്ടുകാർ ആവശ്യം അനുവദിക്കണമെന്നുള്ളതാണ്. അതിന് വലിയ ജനവാസ കേന്ദ്രമൊന്നും അല്ലാത്ത സ്ഥലം നോക്കിയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ സ്കൂളുകളോ അംഗൻവാടികളോ മറ്റോ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ വ്യാജമദ്യ ലോബികളും അത് പിന്നെ കഞ്ചാവ് മാഫിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെതിരെയാണ് ഇത്. ഇവിടുന്നൊരു സ്ഥാപനം ഉണ്ടായാൽ ഇങ്ങനെയുള്ള പിന്നെ ചെറുപ്പക്കാരെ നശിച്ചു പോകത്തില്ല എന്നുള്ളതാണ്. പിന്നെ ജംഗ്ഷൻ ഒരു പുരോഗതി ഉണ്ടാവും. ആട്ടോക്കാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും ഒക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കും. അതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. ബിവറേജ് വരുന്നത് പിന്നെ നല്ലത് തന്നെ. കാരണം നാടിലെ ഈ മയക്കുമരുന്ന്, കഞ്ചാവ്, അതുപോലെ വിദേശ മദ്യങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യർക്ക് എവിടെ എവിടെയും കൊടുക്കുക, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിവറേജ് ആകുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. കുടിക്കുന്നവൻ എവിടെ ആയാലും പോയി കുടിക്കും. ബിവറേജ് ഔട്ട്ലെറ്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജനകീയവേദി എന്ന കൂട്ടായ്മയും പ്രദേശത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. ചെളിക്കുഴിയിൽ എത്രയും വേഗം ബിവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലം MLA KB ഗണേഷ് കുമാറിനും ബിവറേജ് അധികൃതർക്കും നാട്ടുകാർ ഒപ്പിട്ട അപേക്ഷയും ഇതിനോടകം നൽകിക്കഴിഞ്ഞു. ഔട്ട്ലെറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലവും കെട്ടിടവും നാട്ടുകാർ കണ്ടെത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ബിവറേജ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. നാട്ടുകാരുടെ അനുമതിയോടെ എത്രയും വേഗം ബിവറേജ് തുറക്കാനാണ് വകുപ്പിന്റെ തീരുമാനം. എന്നാൽ ബിവറേജിനെതിരെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബിവറേജ് ഔട്ട്ലെറ്റ് ഞങ്ങൾക്ക് വരുന്നതിൽ ഞങ്ങൾ ഗ്രാമവാസികൾ, ഞങ്ങളിവിടെ ജനം തിരക്കി താമസിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് വളരെ എതിർപ്പുണ്ട്. അക്രമവും പിന്നെ അതുപോലെ തന്നെ മദ്യപാനവും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് റോഡിൽ എപ്പോഴും പോകേണ്ടത്. ഞങ്ങൾ സ്ത്രീകളൊക്കെ ഇതിലാണ് നടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും എതിർപ്പാണിത്. ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എതിർക്കും, ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് വളരെ ദോഷകരമാണ്. അക്രമവും പിന്നെ മോഷണവും എല്ലാം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നത്, ഇവിടെ നിന്ന് നോക്കിയാൽ തൊട്ടടുത്താണ് എൻ്റെ വീട്. അത് വന്നാൽ എൻ്റെ കുടുംബത്തിനും എനിക്ക് എൻ്റെ ഇതിൽ നടന്നു പോകുന്ന എൻ്റെ സ്ത്രീകൾ ഒരുപാട് പേരെല്ലാം നടന്നു പോകുന്ന വഴിയിൽ ഇത് പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ഇവിടെ ക്ഷേത്രമുണ്ട്. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാവുന്നതിൻ്റെ പേരിൽ ഇത് വളരെ ഞങ്ങൾ പിന്നെ തെറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഔട്ട്ലെറ്റ് ഇവിടെ വേണ്ട എന്ന് ഞങ്ങൾ ഉറച്ച് പ്രഖ്യാപിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ദ ഔസം കളക്ഷൻ ഓഫ് റെഡിമെയ്ഡ് വെയർ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475227719. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി JS വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും JS ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. ഒരു വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. പ്രശസ്തരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രാക്ടിക്കൽ സൗകര്യം, ബൃഹത്തായ ലൈബ്രറി, ഔഷധത്തോട്ടം, ഔഷധ നിർമ്മാണശാല, ആയുർവേദത്തെക്കുറിച്ച് സമഗ്ര അറിവ് നൽകുന്ന പാഠ്യപദ്ധതി, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ പരിശീലനം, യോഗ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മികച്ച താമസ ഭക്ഷണ സൗകര്യം തുടങ്ങിയവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പു നൽകുന്നു. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. ഫോൺ 0492322728. മൊബൈൽ 9995444173 9995244173. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. മണിയാർ പരവട്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തണൽ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാഷണൽ സെക്യുലർ കൌൺസിലിന്റെ അവാർഡ് നേടിയ പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാലിനെ അനുമോദിച്ചു. ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. മണിയാർ കൌൺസിലർ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രബാബു അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MS ഉദയൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുള്ള ഏതാണ്ട് 40% തൊഴിലെടുക്കാൻ കഴിയുന്ന ആളുകൾ വിദേശത്താണ്. കേരളത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള എത്രയോ വീടുകൾ അടച്ചിട്ടിരിക്കുക. കേരളത്തിൽ പ്രായമായ ആളുകളെ നോക്കുന്നതിനുള്ള സംവിധാനം ഇല്ല. ഇതാണ് അതിന്റെ ഒരു ഭാഗം. കേരളത്തിൽ പണിയെടുക്കാൻ ഏതാണ്ട് വിദേശത്ത് പോയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പം മറ്റ് സ്ഥലത്തിൽ നിന്ന് കേരളത്തിലാണ്. അതാണ് നമ്മുടെ സാമൂഹ്യാവസ്ഥയുടെ പ്രത്യേകത. നഗരസഭാ കൌൺസിലർ സുജി ഷാജി, പുനലൂർ പ്രേംനാഥ്, ഉഷ സദാനന്ദൻ, ലീന കുറുപ്പ്, G അനിൽകുമാർ, സുധർമ്മ രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കടയ്ക്കാമൺ അംബേദ്കർ കോളനിയിൽ പനി പ്രതിരോധ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100 കണക്കിന് രോഗികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. പട്ടികജാതി വികസന വകുപ്പിന്റെയും ആയുഷ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടയ്ക്കാമൺ അംബേദ്കർ കോളനിയിൽ പനി പ്രതിരോധ ചികിത്സാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹരികിരണം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 100 കണക്കിന് പേർ മെഡിക്കൽ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ഹോമിയോ, ആയുർവേദം എന്നീ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S സജീഷ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന പകർച്ചവ്യാധി പനിയെ തടയുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കടയ്ക്കാമണ്ണ് ആയുർവേദത്തിൻ്റെയും അലോപ്പതിയുടെയും ഹോമിയോപ്പതിയും അടങ്ങുന്ന ഏതാണ്ട് 30ഓളം വരുന്ന ടീം ഡോക്ടേഴ്സ് അടക്കമുള്ള ഒരു ടീമായിട്ട് തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഒരു ബോധവൽക്കരണവും ഇതിനുള്ള ശുശ്രൂഷയടക്കം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്ലോക്ക് പഞ്ചായത്തിനകത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ക്യാമ്പിന് ഇവിടെ തുടക്കം കുറിച്ചത്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ തുടങ്ങിയ ഡോക്ടേഴ്സിൻ്റെ സേവനം അടക്കം ഇന്നിവിടെ ഉണ്ടായിരിക്കും. വിവിധ മേഖലകളിൽ അടുത്ത മാങ്കോട് അടക്കമുള്ള വിവിധ കോളനി പ്രത്യേകിച്ച് ജനം ഒട്ടനവധിയായിട്ട് താമസിക്കുന്ന മേഖലകളിൽ അവിടെ അടക്കം കോളനി പ്രദേശങ്ങളടക്കം വെച്ചുകൊണ്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നു. ആയുർവേദ ധൂമകിറ്റുകളും വിതരണം ചെയ്തു. ഹോമിയോ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ PS ശ്രീകാന്ത്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VK പ്രിയദർശിനി, ഡോക്ടർ അനുപമ, ഡോക്ടർ JNK ഫിലിപ്പ്,
പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല, വാർഡ് മെമ്പർ P വനജാക്ഷി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധാവസന്തൻ, മഞ്ജുടി നായർ, ലതാ സോമരാജൻ, രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാടകയ്ക്കെടുത്ത കാറുകളിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന പ്രതി അറസ്റ്റിൽ. കുമ്മൽ സ്വദേശി വിഷ്ണുവാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കുമ്മൾ ചെറുകരമുറിയിൽ പാറവിള വീട്ടിൽ പ്രഭാകരന്റെ മകൻ വിഷ്ണു ആണ് അറസ്റ്റിലായത്. റൂറൽ SP സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ആന്റി തെഫ്റ്റ് സ്ക്വാഡാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാറുകൾ വാടകയ്ക്കെടുത്ത് പകൽ സമയം കറങ്ങി സ്ഥലം നോക്കിയ ശേഷം രാത്രി മോഷണം നടത്തുകയാണ് പതിവ്. റബ്ബർ മോഷണ കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള പ്രതി സംഘം ചേർന്ന് മോഷണത്തിന് പദ്ധതി തയ്യാറാക്കി ആയുധങ്ങളുമായി എത്തിയാണ് മോഷണം നടത്തുന്നത്. ചേറ്റുകുഴി സെന്റ് ജോർജ് പള്ളിയുടെ റബ്ബർ ഷീറ്റ് പുരയിൽ നിന്നും മോഷണം നടത്തുന്നതിനിടെ ഇയാളെ പ്രദേശവാസികൾ വളഞ്ഞെങ്കിലും കാർ ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെട്ടു. വാടകയ്ക്കെടുത്ത വ്യാജ രജിസ്ട്രേഷൻ നമ്പർ പതിച്ച ഹോണ്ട അമേസ് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം പുരോഗമിക്കവെയാണ് പ്രതിയെ പിടികൂടിയത്. അഞ്ചൽ പോലീസ് ഇൻസ്പെക്ടർ M അഭിലാഷിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തതിൽ ഇടമുളയ്ക്കൽ കല്ലുവിള വഹാബ്, കോട്ടക്കൽ കാഞ്ഞിരവിള ധന്യഭവനിൽ സുരേന്ദ്രൻ നായർ, പുത്തയം SAS ബിൽഡിംഗ് അബ്ദുൾ സത്താർ, ചേറ്റുകുഴി നമ്പിശ്ശേരി വീട്ടിൽ ജോസഫ് എന്നിവരുടെ വീടുകളിൽ മോഷണം നടത്തിയതായി ഇവർ സമ്മതിച്ചിട്ടുണ്ട്. അഞ്ചൽ ASIമാരായ U അബ്ദുൽ ഖാദർ, KG തോമസ്, ഷാഡോ SI S ബിനോജ്, ASIമാരായ ഷാജഹാൻ, ശിവശങ്കരൻ പിള്ള, അജയ്കുമാർ, SCPOമാരായ ഷാഹിർ കോഹൂർ, രാധാകൃഷ്ണപിള്ള, CS ബിനു, ജഹാംഗീർ, ശ്രീകുമാർ, CPOമാരായ ബാബുരാജ്, സിൽവ ജോസഫ്, സുനിൽകുമാർ, ദേവപാലൻ, SI മണികണ്ഠൻ, ASI സഞ്ജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കുവാൻ പൊതിച്ചോറ് ഒരുക്കി DYFI പെടവൂർ മേഖലാ കമ്മിറ്റി. 8000 പൊതിച്ചോറുകളാണ് പെടവൂർ മേഖലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വിതരണം ചെയ്തു. രോഗം കൊണ്ട് ദുരിതം പേറി ആശുപത്രി കിടക്കയിലാകുന്നവർക്ക് ആഹാരമെത്തിക്കാനും മരുന്നെത്തിക്കാനുമൊക്കെ കൂട്ടിരിപ്പുകാരെന്ന് വിളിപ്പേരുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പരക്കം പായുന്നുണ്ടാകും. എന്നാൽ രോഗിയായ ബന്ധുവിന് അന്നവും മരുന്നും തേടിയുള്ള ഓട്ടത്തിനിടയിൽ ഇവരുടെ ഭക്ഷണം കഴിപ്പൊക്കെ പലപ്പോഴും കണക്കാണ്. ഇങ്ങനെ പട്ടിണിയാകുന്ന രോഗികളുടെയും അവരുടെ കൂട്ടിരിപ്പുകാരുടെയും വയർ നിറയ്ക്കാനാണ് DYFI ഹൃദയസ്പർശം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പകർച്ചപ്പനികളും മറ്റും വ്യാപകമായ സമയത്ത് ആശുപത്രി പരിസരത്തെ ഹോട്ടലുകളുടെ കൊള്ളയിൽ നിന്നും ഇത് ഒരു ആശ്വാസം തന്നെയായി. പദ്ധതിയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പിടവൂർ മേഖലാ കമ്മിറ്റി ഇതൊരു വിപ്ലവം തന്നെയാക്കി മാറ്റുകയായിരുന്നു. DYFI പിടവൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പിടവൂർ വില്ലേജിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ വളരെ ആവേശത്തോടുകൂടി ഈ പരിപാടി ഏറ്റെടുക്കുകയും പാർട്ടിക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളും ഒരേ മനസ്സോടെ 2 പൊതി തരാം എന്നേറ്റവർ 5ഉം 10ഉം പൊതി വീതം ഒരേ മനസ്സോടെ പൊതിഞ്ഞ് കെട്ടി വില്ലേജ് കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന വലിയ മഹത്തായ ഒരു സംരംഭമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 8000 പൊതിച്ചോറുകളുമായി 9 വാഹനങ്ങളിലായാണ് DYFI പ്രവർത്തകർ കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയത്. നിമിഷങ്ങൾക്കകമാണ് പൊതിച്ചോർ കാലിയായത്. കുട്ടികളും വീട്ടമ്മമാരും ഉൾപ്പെടെ നിരവധി പേരാണ് പൊതിച്ചോർ വാങ്ങാനെത്തിയത്. നാട്ടിലെ ഓരോ വീട്ടിൽ നിന്നുമാണ് പ്രവർത്തകർ പൊതിച്ചോറുകൾ ശേഖരിച്ചത്. 2 പൊതി മുതൽ 10 പൊതി വരെ നൽകിയവരുമുണ്ട്. വയറെരിയുന്നവരുടെ മിഴി തുടയ്ക്കാനുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥത കണ്ട ഉപരി കമ്മിറ്റി നേതാക്കളും ആത്മാർത്ഥമായി തന്നെ ഇവർക്ക് കൈയടിച്ചു. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 104 ദിവസമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള ഹൃദയസ്പർശം പരിപാടിയുടെ ഭാഗമായി DYFI പിടവൂർ മേഖലാ കമ്മിറ്റിയാണ് ഇന്നലെ പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്നത്. ഏകദേശം ഒരു 6000-ൽ പരം പൊതിച്ചോറ് ഞങ്ങൾ ഇന്നിവിടെ വിതരണം ചെയ്യുകയും ഈ സംരംഭവുമായിട്ട് സഹകരിച്ച ഞങ്ങളുടെ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ. DYFI വില്ലേജ് കമ്മിറ്റി നേതാക്കളായ മനു, അനുമോൻ, ബിജിൻ, അരുൺ ബാബു, അഖിൽ ബാബു, CPM നേതാക്കളായ R രാധാകൃഷ്ണൻ, ജയകൃഷ്ണൻ, ശിവരാജൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരു നേരം മേടിക്കാൻ പൈസ ഇല്ലാത്തവർ ഈ ചോറ് മേടിച്ച് കഴിച്ചിട്ടാണ് ഇവിടെ കിടന്ന്. ഭർത്താവ് 35 ദിവസം കിടന്നു. അന്നേരം ഈ ചോറ് മേടിച്ചാൽ ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് ഒരു ചോറ് ഞങ്ങൾ മേടിച്ചിട്ടില്ല. നമുക്ക് മേടിക്കാൻ മാർഗമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിയുന്നത് ഈ ചോറെന്ന് പറയുന്നത് എല്ലാവർക്കും വലിയവരും ചെറിയവരും എല്ലാം വാങ്ങിച്ച് കഴിക്കുന്ന ഉച്ചയ്ക്ക് ഇതൊരു നല്ല കാര്യം തന്നെ. ഏത് രാഷ്ട്രീയക്കാരായാലും അത് കണക്ക് തന്നെ ആരും വെച്ച് കൊടുക്കുന്നതായാലും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഞങ്ങളും ഒരു ദിവസം 4 പൊടി കൊടുക്കാൻ നമുക്കും ആഗ്രഹമുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. Zamare
BAS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. ഡോക്ടർ അച്ചാമ്മ ജോർജ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പളായി ചുമതലയേറ്റു. പത്തനാപുരം സ്വദേശിനിയായ അച്ചാമ്മ ജോർജ് സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ്. പത്തനാപുരം തെക്കേടത്ത് പരേതനായ ചാച്ചന്റെ മകളാണ് ഡോക്ടർ അച്ചാമ്മ ജോർജ്. തലവൂർ മഞ്ഞക്കാല കാഞ്ഞിരംവിള വീട്ടിൽ G. രാജുവിന്റെ ഭാര്യയാണ്. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. 1977 മുതൽ 1982 വരെ ഈ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. തുടർന്ന് താൻ പഠിച്ച കോളേജിൽ തന്നെ 1985 ഫിസിക്സ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. ഫിസിക്സിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ വർഗീസ് P. ദാനിയേൽ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് കോളേജിലെ ഏറ്റവും മുതിർന്ന അധ്യാപികയായ ഡോക്ടർ അച്ചാമ്മ ജോർജ് പ്രിൻസിപ്പളായി ചുമതലയേറ്റത്. പുതിയതായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റ ഡോക്ടർ അച്ചാമ്മയെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ കോളേജിലെത്തി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുതുക്കിപ്പണിത മഞ്ഞമൺകാല സെന്റ് ജോർജ് മലങ്കര സുറിയാനി ദേവാലയത്തിൽ കുരിശടി കൂദാശ നടന്നു. കർദിനാൾ മാർ ബസേലിയോസ് ക്രിമീസ് കത്തോലിക്ക ബാബ കൂദാശ കർമ്മം നിർവഹിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 3 മണിയോടെ കർദിനാൾ മാർ ബസേലിയസ് ക്ലിമീസ് കാത്തോലിക്ക ബാബ തിരുമേനിയാണ് കൂദാശ കർമ്മം നിർവഹിച്ചത്. 100ഓളം വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കൂദാശയോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ റാസയും നേർച്ച വിളമ്പും നടന്നു. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകൾ. അച്ചൻകോവിൽ കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ 2 തമിഴ്നാട് സ്വദേശികൾ മുങ്ങിമരിച്ചു. അപകടത്തിന് കാരണം സുരക്ഷാ വീഴ്ച. സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ചയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. പട്ടാഴി വടക്കേക്കര ചെളിക്കുഴിയിൽ മദ്യവിൽപ്പനശാലയ്ക്ക് അനുകൂലമായി പരിസരവാസികൾ. മദ്യവിൽപ്പനശാല ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകം. വാടകയ്ക്കെടുത്ത കാറുകളിൽ കറങ്ങി നടന്ന മോഷണം നടത്തുന്ന പ്രതിപിടിയിൽ. പിടിയിലായത് കുമ്മിൾ സ്വദേശി വിഷ്ണു. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുമെന്ന പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ്. നടപടി ചാനൽ ലൈവ് വാർത്തയെ തുടർന്ന്. ലൈവ് വാർത്ത ഇമ്പാക്ട്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി നിങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക.